സ്റ്റെപ്പിലൂടെ നമ്മൾ നോക്കുന്നത് ജെറ്റ്പാക്ക് ഇൻവെന്ററിയിലേക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം എന്നതാണ്. ജെറ്റ്പാക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങളുടെ ഷോപ്പിൽ ഉണ്ടാവും. അതെങ്ങനെ ആഡ് ചെയ്യാമെന്നത് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ജെറ്റ്പാക്ക് എടുത്തതിന് ശേഷം പിന്നീട് വാങ്ങുന്ന എല്ലാ പ്രൊഡക്ട്സും പർച്ചേസ് വഴി ആഡ് ചെയ്യാവുന്നതാണ്. അത് അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. നിലവിലുള്ള പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായി ഇൻവെന്ററി മൊഡ്യൂൾ സെലക്ട് ചെയ്ത് പ്രൊഡക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്ന പേജിൽ ആണ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ കമ്പൽസറി ആയി ഫിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് റെഡ് സ്റ്റാർ സിമ്പിളോട് കൂടി കാണാവുന്നതാണ്. ഇനി ആഡ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം പ്രൊഡക്റ്റ് നെയിം കൊടുക്കുക. പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന ബോക്സിൽ പ്രൊഡക്റ്റ് സീരിയലൈസബിൾ ആണോ നോൺ സീരിയലൈസബിൾ ആണോ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സർവീസ് ചൂസ് ചെയ്താൽ സർവീസ് ഒരു പ്രൊഡക്റ്റായി ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റോക്ക് ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. അടുത്ത ബോക്സ് ലോ സ്റ്റോക്ക് അലേർട്ട് ആണ്. നിലവിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എത്ര എണ്ണത്തിലേക്ക് കുറയുമ്പോഴാണ് ലോ സ്റ്റോക്ക് അലേർട്ട് വരേണ്ടതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയെങ്കിൽ ആ എണ്ണത്തിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ലോ സ്റ്റോക്ക് അലേർട്ട് ജെറ്റ്പാക്ക് കമാൻഡ് സെന്ററിൽ നിന്ന് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ബോക്സിൽ പ്രൊഡക്റ്റ് ഐ ഡി കൊടുക്കുക. നിലവിലെ പ്രൊഡക്റ്റിന് ഒരു പ്രൊഡക്റ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് ഐ ഡി എന്ന് പറയുന്നത് വിവിധ പ്രൊഡക്റ്റുകളുടെ വേർതിരിക്കുന്ന ഒരു കോമൺ ഐ ഡി ആണ്. അതിലൂടെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നപ്പോൾ അടുത്ത ബോക്സിൽ പ്രൊഡക്റ്റ് കാറ്റഗറി ചേർക്കുക. നമുക്ക് പ്രൊഡക്റ്റുകളെ വിവിധ കാറ്റഗറി വേർതിരിക്കാൻ പറ്റും. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ മദർ ബോർഡ് എന്ന കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മദർ ബോർഡ് എന്ന് കാണിച്ചത് ആ കാറ്റഗറി മുൻപ് ആഡ് ചെയ്തത് കൊണ്ടാണ്. ഇനി നിലവിൽ ഒരു പുതിയ കാറ്റഗറിയാണ് വേണ്ടതെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആഡ് ന്യൂ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് പുതിയ കാറ്റഗറി ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്ത കാറ്റഗറി പ്രൊഡക്റ്റ് കാറ്റഗറി ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അടുത്ത ടാക്സ് കാറ്റഗറിയിൽ ടാക്സബിൾ ആണോ നോൺ ടാക്സബിൾ ആണോ എന്ന് കൊടുക്കുക. അടുത്ത ബോക്സിൽ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതിനുശേഷം പ്രൊഡക്റ്റിന്റെ ഇമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ബോക്സ് വാറന്റി ആണ്. വാറന്റി ഡീറ്റെയിൽസ് കൊടുക്കുക. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അങ്ങനെ യെസ് ആണെങ്കിൽ വാറന്റി പീരീഡ് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ 365 ദിവസം എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അടുത്തത് HSN കോഡാണ്. നിലവിലെ ബില്ലിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ലഭ്യമാണ്. അടുത്ത ഡിസ്കൗണ്ട് ടൈപ്പാണ്. ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് തരമാണെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്ത യൂണിറ്റ് പ്രൈസ് വിത്തൗട്ട് ടാക്സ് ആണ്. ടാക്സ് ഒഴിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റിന്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണെന്നാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത GST പെർസെൻറ്റേജ് ആണ്. ഏത് സ്ലാബിലാണ് ഇതിന്റെ ടാക്സ് വരുന്നതെന്നുള്ളത് ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്ത സെസ് ആണ്. നിലവിൽ സെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 എന്ന് കൊടുക്കാം. ലാസ്റ്റ് വരുന്ന സെല്ലിംഗ് പ്രൈസിൽ എത്ര എമൗണ്ടിനാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്, യഥാർത്ഥത്തിൽ MRP എന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. അങ്ങനെയെങ്കിൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് ഇവിടെ കൊടുത്തതിന് ശേഷം ആഡ് ന്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഇൻവെന്ററിയിൽ കാണാവുന്നതാണ്.